സാംസ്കാരിക പ്രവർത്തകർ എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കണം എന്നുള്ള ഒരു നിർബന്ധവുമില്ല. ഒരിക്കലും ഒരു ഭരണകൂടത്തിനോ മറ്റാർക്കോ ആ രീതിയിൽ അവരോട് പ്രതികരിക്കാൻ ആവശ്യപ്പെടാൻ പറ്റില്ല. പക്ഷെ അതേസമയം സാംസ്കാരിക പ്രവർത്തകർക്ക് ഈ സമൂഹത്തോട് ചില കടമകൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. സമൂഹം തെറ്റിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സമൂഹം അധർമ്മത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പ്രതിരോധ ശക്തിയായി നിൽക്കുവാനുള്ള ഉത്തരവാദിത്വം മറ്റാരെക്കാളും കൂടുതൽ നിർവഹിക്കേണ്ടത് സാംസ്കാരിക പ്രവർത്തകർ ആണ് എന്നാണ് യാഥാർത്ഥ്യം. ഇത് ലോകത്തിൽ എവിടെയും ഉള്ള ഒരു ധർമ്മമാണ്. മുമ്പ് ഇവിടെയും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് പല വിഷയങ്ങളിലും സാംസ്കാരിക പ്രവർത്തകർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ചില നിലപാടുകൾ ഇതിന് ഘടകവിരുദ്ധമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് നീതീകരിക്കാൻ കഴിയാത്ത പലതും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കുന്നത് ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടിയ ആണ് ഇതാണ് യാഥാർത്ഥ്യം. അത്തരമൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർ ഒരു പ്രതികരണവും നടത്താത്തതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. സാംസ്കാരിക പ്രവർത്തകർ കൃത്യമായി പ്രതികരിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ തെറ്റ് എവിടെയെങ്കിലും ഉണ്ടാകുമ്പോൾ ആ തെറ്റിനെതിരെ ഒരു പ്രതിരോധം ഏർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭരണകൂടത്തിന് ജാഗ്രത പാലിക്കാതിരിക്കാൻ കഴിയുകയില്ല. പലപ്പോഴും നമ്മുടെ കലാകാരന്മാരും സർഗാത്മക രംഗത്ത് പ്രവർത്തിക്കുന്നവരും നിശബ്ദരാകുമ്പോൾ ഇത് ഭരണകൂടത്തിന് വലിയൊരു പ്രോത്സാഹനമായി തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത് എന്നുള്ള നിലപാടാണ് എനിക്കുള്ളത്. അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ചില സന്ദർഭങ്ങൾ, ചില വിഷയങ്ങൾ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നവീൻ ബാബു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു. അതിലേക്ക് നയിച്ച കാര്യങ്ങളെക്കുറിച്ച് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നവീൻ ബാബുവിൻ്റെ മരണവും അതിന് വഴിയൊരുക്കിയ സാഹചര്യവും കുറ്റക്കാരെയൊക്കെ തന്നെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ നമ്മുടെ എഴുത്തുകാരുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായി എന്നുള്ളത് ഖേദകരമായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഒരിക്കൽ പോലും കൈക്കൂലി വാങ്ങിയിട്ടില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ളതിൽ ഏറെ പ്രശംസിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുമ്പോൾ ആ മരണത്തിന്റെ എല്ലാ സങ്കീർണതയും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിന് ഉത്തരവാദികളായവരെ കണ്ടുപിടിക്കേണ്ട ചുമതല നമ്മുടെ ഭരണകൂടത്തുണ്ടായിരുന്നു. എന്നാൽ ഭരണകൂടം നിലയുറപ്പിച്ചത് രണ്ട് തലങ്ങളിലായിട്ടാണ്. ഒരു ഭാഗത്ത് ആ ഉദ്യോഗസ്ഥന്റെ കുടുംബത്തോടൊപ്പവും ഇപ്പുറത്ത് ആരോപിക്കപ്പെട്ട വ്യക്തിക്ക് വേണ്ടി നിലകൊള്ളുന്ന കാഴ്ച നാം കാണുകയുണ്ടായി. എന്നാൽ ഇത് ചൂണ്ടിക്കാണിക്കുവാൻ ആദ്യമായി രംഗത്ത് വരേണ്ടത്, മുന്നിട്ടിറങ്ങേണ്ടത് നമ്മുടെ സാംസ്കാരിക രംഗത്തുള്ളവരായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിലാണ് സാംസ്കാരിക രംഗത്തുള്ളവരുടെ ശബ്ദം ഉച്ചത്തിൽ പുറത്തു വരേണ്ടത്. അവിടെ നിന്നും മൗനം പാലിക്കാൻ പാടില്ലായിരുന്നു. ഇവിടെ മൗനം പാലിച്ചു എന്ന് മാത്രമല്ല, മറിച്ച് ആരാണോ ആ ആത്മഹത്യക്ക് വഴിയൊരുക്കിയത് ആ വ്യക്തിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ചില അഭിപ്രായ പഠനങ്ങൾ നമ്മുടെ സാംസ്കാരിക രംഗത്തുള്ളവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നത് ഖേദകരമാണ്. അതുപോലെ തന്നെ അടുത്തുണ്ടായ മറ്റൊരു സംഭവം കൂടി ചൂണ്ടിക്കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പെരിയ കൂട്ടക്കൊല കേസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് അവിടെയുള്ള രണ്ട് വ്യക്തികളുടെ വ്യക്തിവൈരാഗ്യമാണ് എന്നുള്ളതിൽ പ്രചരിപ്പിക്കപ്പെടുകയും അതിനെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന തരത്തിൽ നിരന്തരം പ്രതികരിച്ചു കൊണ്ടിരുന്ന സാഹചര്യം നമുക്കറിയാം. എന്നാൽ പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികളെ ശിക്ഷാർഹരാണ് എന്ന് വന്നപ്പോഴേ അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി നീതിപീഠത്തിന്റെ ഉന്നത തലങ്ങളിൽ വരെ പോവുകയും കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്ത കാഴ്ച നാം കാണുകയുണ്ടായി. നമ്മളൊക്കെ തന്നെ നികുതി കൊടുക്കുന്ന പണമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെലവഴിക്കപ്പെടുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ധാർമ്മികമായി ശരിയാണോ എന്നുള്ള ചോദ്യം നമ്മുടെ സാംസ്കാരിക രംഗത്ത് ഉള്ളവരാണ് ആദ്യമായി ഉയർത്തേണ്ടിയിരുന്നത്. എന്നാൽ അവർ അക്കാര്യത്തിലും മൗനം പാലിച്ചു എന്നതാണ് സത്യം. ഇത്തരത്തിലുള്ള കുറെ സംഭവങ്ങൾ കണ്ടുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ സർഗാത്മപക്ഷം മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വസ്തുതയിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിയുന്നത്. സമൂഹത്തിൽ ഒരു അനീതി ഉണ്ടാകുമ്പോൾ
അധർമ്മമുണ്ടാകുമ്പോൾ അതിനെതിരെ ആദ്യമായി ശബ്ദമുയർത്തേണ്ട ഉത്തരവാദിത്വം കലാകാരന്മാർക്കല്ലാതെ എഴുത്തുകാർക്കല്ലാതെ ആർക്കാണുള്ളത്? ആ ഒരു ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് എനിക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നത്.